ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന സെക്ഷനിൽ നമുക്കറിയാം 5 മാർക്കിനാണല്ലേ ക്വസ്റ്റ്യൻ വരുന്നത്. ആ 5 മാർക്കിന് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നമുക്കൊന്ന് ആ സെക്ഷൻ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇത് 158/2023 ക്വസ്റ്റ്യൻ പേപ്പർ. 2023 ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രാമങ്ങളിലെ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീട് കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകുന്നതിനും വസ്തു ഉടമകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനുമായി 2020 ആരംഭിച്ച കേന്ദ്ര മേഖലാ പദ്ധതി, അതായത് നമ്മുടെ നരേന്ദ്രമോദി കൊണ്ടുവന്നൊരു പദ്ധതിയാണിത്. അത് നമുക്ക് പഞ്ചായത്ത് രാജിനാണ് നടപ്പിലാക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന പഞ്ചായത്ത് രാജ് ഇതിനാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ആ പദ്ധതി എന്ന് പറയുന്നത്? അത് സ്വാമിത്വ പദ്ധതിയാണ്. സ്വാമിത്വ പദ്ധതി എന്താണ്? പ്രോപ്പർട്ടി കാർഡുകൾ, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്ന പദ്ധതിയാണ് എന്താ? സ്വാമിത്വ പദ്ധതി. താഴെ പറയുന്നവ പരിഗണിക്കുകയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഈ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ് KSIDC? എന്താണ്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചോദിക്കാം. ഓക്കെ, ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. വ്യാവസായിക നിക്ഷേപ പ്രോത്സാഹനത്തിനായി സംസ്ഥാനത്തിൻ്റെ പ്രീമിയർ ഏജൻസി നിർബന്ധിതമായി, ഇത് ശരിക്കും ഇതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകളാണ് ഇതൊക്കെ. വൻകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സുഗമമാക്കുക, ധനസഹായം നൽകുക എന്നിവയായിരുന്നു പ്രാഥമിക ലക്ഷ്യം. ഇതും ശരിയാണ്. കേരളത്തിലെ ഏത് നിക്ഷേപത്തിനും ഏകജാലക സൗകര്യം നൽകുക, ഇതും ശരിയാണ്. വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായവ ഭൗതികവും സാമൂഹികവുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉത്തേജിപ്പിക്കുക, ഇതും ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം ഉറപ്പാക്കൽ എന്നിവയ്ക്കായി എല്ലാ പഞ്ചായത്തുകളെയും വയോജന സൗഹൃദമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന വയോജന നയം 2013 ബന്ധപ്പെട്ട പുതിയ സംരംഭമാണ് എന്താ? വയോജന സൗഹൃദ പഞ്ചായത്ത്. അപ്പോൾ എന്താണ് വയോജന സൗഹൃദ പഞ്ചായത്ത്? മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം ഉറപ്പാക്കൽ എന്നിവയ്ക്കായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫലപ്രദമായ കോമൺ സർവീസ് സെൻ്ററുകളുടെ CSC നെറ്റ്വർക്ക് കേരളത്തിൽ ഒരൊറ്റ മേൽക്കൂരയിൽ പൊതുജനങ്ങൾക്ക് G2C, G2B കൂടാതെ B2C സേവനങ്ങളും എത്തിക്കാനായിട്ട് വിഭാവനം ചെയ്യുന്നു. ഈ G2C എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് ടു സിറ്റിസൺ, ഗവൺമെൻറ് ടു, അതേപോലെ ബിസിനസ്, അതേപോലെ ഇങ്ങനെയുണ്ട് ഗവൺമെൻറ് ടു ഗവൺമെൻറ്, അതേപോലെ ഗവൺമെൻറ് ടു എംപ്ലോയി, ഇങ്ങനെയൊക്കെയുണ്ട്. ഈ സേവനങ്ങളെല്ലാം എത്തിക്കാൻ വിഭാവനം ചെയ്യുന്നതാണ് എന്ത്? അക്ഷയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നതിൻ്റെ ശുപാർശകൾ ആരൊക്കെയാണ് ശുപാർശ ചെയ്യുന്നത്? ആരൊക്കെയാണത്? മുഖ്യമന്ത്രി, അതേപോലെ നിയമസഭാ സ്പീക്കറും പ്രതിപക്ഷ നേതാവുമാണ് ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത്. താഴെ പറയുന്നവയിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ നമുക്കറിയാവുന്നത് കില ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ്. എന്താണ്? പ്രാദേശിക ഭരണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുക, കില. അപ്പോൾ 3D ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്യാം. 3D ആണെന്നുള്ളത് അങ്ങ് കട്ട് ചെയ്യാം. എന്ന് നോക്കിക്കേ, ഇമ്പാക്റ്റ് കേരള. ഇമ്പാക്റ്റ് കേരള എന്ന് പറയുന്നത് അസറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ 1A ആണ്. അതേപോലെ JNNURAM എന്ന് പറയുന്നത് സുസ്ഥിര നഗര അടിസ്ഥാന സൗകര്യ സേവനമാണ്. അതേപോലെ സുലേഖ എന്ന് പറയുന്നത് പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഇമ്പാക്റ്റ് കേരള അസറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള കമ്പനി. JNNURAM എന്ന് പറഞ്ഞാൽ സുസ്ഥിര നഗര അടിസ്ഥാന സൗകര്യ സേവനം. കില പ്രാദേശിക ഭരണത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ. അതേപോലെ തന്നെ സുലേഖ എന്ന് പറഞ്ഞാൽ പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ആണ്. സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്യുന്നത് എന്തിനാണ്? കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണയ്ക്കാനുമാണ് സ്നേഹപൂർവം പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 244/2023. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടത് ശരി ഏതെന്നാണ്. 50% എത്രയാണ്? 1/3 അല്ലെങ്കിൽ 33.33 അങ്ങനെയാണ്. അപ്പോൾ 50% അല്ല, എത്രയാണ്? 1/3 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ജനസംഖ്യ ആനുപാതികമായി സംവരണം SC ST വിഭാഗങ്ങൾക്ക് നൽകുന്നുണ്ട്. ശരിയാണ്.
അതേപോലെ ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആൻഡ് 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, അത് ശരിയായ പ്രസ്താവനയല്ലേ? ശരിയാണ്. അടുത്ത എന്താണെന്ന് നോക്കിക്കേ. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആണോ? അല്ല, തെറ്റാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷർക്ക് സ്വതന്ത്രമായ അധികാരങ്ങളുണ്ട്. ഇതും ശരിയാണ്. സോ ആൻസർ വരുന്നത് 1 ആൻഡ് 3 ഓപ്ഷൻ സി ആണ്. 1 ആൻഡ് 3 ആൻസർ ആയിട്ട് വരുന്നത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരിയാണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റാണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ശരിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ്റെ കാലാവധി 4 വർഷമാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ഇതും ശരിയാണ്. സോ ആൻസർ വരുന്നത് 1 ആൻഡ് 3 ആണ് ഇവിടെ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 1 ആൻഡ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. വി ശിവൻകുട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ശരിയാണോ? തെറ്റാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? അത് ഡോക്ടർ ആർ ബിന്ദു ആണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അപ്പോൾ ശിവൻകുട്ടി ആരാണ്? ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസവും തൊഴിലുമാണ്. പൊതുവിദ്യാഭ്യാസം അതേപോലെ തൊഴിലുമാണ് വി ശിവൻകുട്ടി, തൊഴിൽ. ഇനി ആന്റണി രാജുവാണ് ഗതാഗത വകുപ്പ് മന്ത്രി. ശരിയായ പ്രസ്താവനയാണോ? ഇപ്പോൾ ഇത് ശരിക്കും 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഇത് കറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ആരാണ് ഗതാഗത വകുപ്പ് മന്ത്രി? നമുക്കറിയാം KB ഗണേഷ് കുമാറാണ് അല്ലേ? KB ഗണേഷ് കുമാറാണ് ഗതാഗത വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? AK ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി. ഇത് ശരിയാണ്. സോ ആൻസർ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഓൺലി 3 ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആൻസർ ഇതാണ്. പക്ഷെ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ആൻസർ എന്ന് പറയുന്നത് ആന്റണി രാജു ആയിരുന്നു ആ സമയത്തെ ഗതാഗത വകുപ്പ് മന്ത്രി. അപ്പോൾ ഈ 2 ആൻഡ് 3 ആണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് KB ഗണേഷ് കുമാറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. അതായത് അവരുടെ വകുപ്പ് ഏത്, അവർ ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നതെന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും നോക്കി വരാം. നോക്കിക്കേ, ശ്രീ കെ രാജൻ എന്താണ്? ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡിംഗ്, ഭൂപരിഷ്കരണം, ഭവന വകുപ്പ് മന്ത്രിയാണ് ശ്രീ കെ രാജൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ജയിച്ചു വന്ന മണ്ഡലം എന്ന് പറയുന്നത് ഒല്ലൂരാണ്. ഒല്ലൂർ. നമ്മുടെ പിണറായി വിജയൻ ജയിച്ച മണ്ഡലം ഏതാണ്? പിണറായി വിജയൻ എവിടെയാണ്? അത് ധർമ്മടമാണ്. പിണറായി വിജയൻ ധർമ്മടമാണ്. അതേപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശന് പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിക്കാം. ആരാണ്? അത് VD സതീശനാണ്. അദ്ദേഹം ജയിച്ചു വന്നത് പറവൂർ മണ്ഡലത്തിൽ നിന്നാണ്. ഓക്കെ, അടുത്തതാണ് റോഷി അഗസ്റ്റിൻ എന്താണ്? ജലവിഭവമാണ്. അതാണ് എപ്പോഴും ചോദിക്കാറ്. ഇവിടെ നമുക്ക് ചോദിക്കാൻ ലാൻഡ് റവന്യൂ മന്ത്രി ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ശ്രീ കെ രാജൻ. അതേപോലെ ജലവിഭവം, ബാക്കിയുള്ളതെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രി ഏതെന്ന് ചോദിച്ചാൽ അത് റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹം ഇടുക്കിയിൽ നിന്നാണ് ജയിച്ചു വന്നത്. ഇടുക്കി. നെക്സ്റ്റ് നോക്കാം. ശ്രീ K കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രി ആരാണെന്ന് അല്ലാണ്ട് അനേർട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. വൈദ്യുത മന്ത്രിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ വൈദ്യുത മന്ത്രി ചോദിച്ചാൽ ആരാണ്? ശ്രീ K കൃഷ്ണൻകുട്ടി. അദ്ദേഹം ജയിച്ചു വന്നത് ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നാണ്. വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് ശ്രീ AK ശശീന്ദ്രൻ. അദ്ദേഹം എവിടെ നിന്നാണ്? ഏലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് ശ്രീ AK ശശീന്ദ്രൻ ജയിച്ചു വന്നത്. ഇനി രാമചന്ദ്രൻ കടന്നപ്പള്ളി അല്ലെങ്കിൽ മ്യൂസിയ വകുപ്പ്, പുരാവസ്തു വകുപ്പ് മന്ത്രി ആരെന്നൊക്കെ ചോദിച്ചാൽ ആരാണത്? രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹം ജയിച്ചു വന്ന മണ്ഡലം ഏതാണ്? അത് കണ്ണൂരാണ്. ശ്രീ V അബ്ദുറഹിമാൻ ആരാണ്? സ്പോർട്സ്, റെയിൽവേ ഇതൊക്കെ ചോദിക്കാം. സ്പോർട്സ് ആയിരിക്കും ഇത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സ്പോർട്സ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ V അബ്ദുറഹിമാൻ. അദ്ദേഹം ജയിച്ചു വന്ന മണ്ഡലം താനൂറാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ആര്? KB ഗണേഷ് കുമാർ. അദ്ദേഹം ജയിച്ച മണ്ഡലം ഏതാണ്? പത്തനാപുരത്തിൽ നിന്നാണ് KB ഗണേഷ് കുമാർ ജയിച്ചു വന്നത്. അഡ്വക്കേറ്റ് GR അനിൽ ഏതാണ്? ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. അപ്പോൾ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആര് അല്ലെങ്കിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? GR അനിലാണ്. അദ്ദേഹം എവിടെ നിന്നാണ്? നെടുമങ്ങാടിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത്.
അടുത്തതാണ് ശ്രീ കെ എൻ ബാലഗോപാൽ. ബാലഗോപാൽ എന്താണ്? ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹം ജയിച്ചു വന്നത് എവിടെ നിന്നാണ്? കൊട്ടാരക്കരയിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത്. ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസവും അതേപോലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ്. ഡോക്ടർ ആർ ബിന്ദു എവിടെ നിന്നാണ്? ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് ജയിച്ചു വന്നത്. ശ്രീമതി ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി. ചോദിക്കാം. ജെ ചിഞ്ചുറാണി എവിടെ നിന്നാണ്? ചടയമംഗലം നിന്നാണ് ചിഞ്ചുറാണി ജയിച്ചു വന്നത്. നെക്സ്റ്റ് നോക്കാം. എം ബി രാജേഷ് എവിടെ നിന്നാണ്? തൃത്താല മണ്ഡലമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം ബി രാജേഷ്. തൃത്താലയാണ്. അതേപോലെ പാർലമെന്ററി കാര്യമന്ത്രിയും. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് എവിടെ നിന്നാണ്? മുഹമ്മദ് റിയാസ് ജയിച്ചു വന്നത് ബേപ്പൂരിൽ നിന്നാണ്. ബേപ്പൂർ ടൂറിസം വകുപ്പ് മന്ത്രിയാണ് മുഹമ്മദ് റിയാസ്. ബേപ്പൂരാണ്. ശ്രീ പി പ്രസാദ് ചേർത്തലയാണ് അല്ലേ? കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. അതേപോലെ ആരാണ്? ഒ ആർ കേളു എവിടെയാണ്? പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രിയാണ്. അദ്ദേഹം എവിടെ നിന്നാണ്? മാനന്തവാടി. ഓക്കെ. അടുത്തതാണ് പി രാജീവ് ആരാണ്? നിയമവകുപ്പ് മന്ത്രി അല്ലെങ്കിൽ വ്യവസായമാണ്. പി രാജീവ് എവിടെ നിന്നാണ്? കളമശ്ശേരിയിൽ നിന്ന് ജയിച്ചു വന്നതാണ്. കളമശ്ശേരി. നെക്സ്റ്റ് നോക്കാം. ഇത് തന്നെ. പി രാജീവിന് കുറേ ഇതുണ്ട്. നിയമം, വ്യവസായം, വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരം, ഖാദി, ഗ്രാമ വ്യവസായം, കയറ്, കശുവണ്ടി, പ്ലാന്റേഷൻ ഡയറക്ഷൻ ബോർഡ്, ഇതെല്ലാത്തിലും മന്ത്രി എന്ന് പറയുന്നത് പി രാജീവാണ്. പി രാജീവ് എവിടെ നിന്നാണ്? കളമശ്ശേരിയിൽ നിന്നാണ്. ഇനി തുറമുഖം സഹകരണം ദേവസ്വം ആരാണ്? വി എൻ വാസവനാണ്. വി എൻ വാസവൻ എവിടെ നിന്നാണ്? ഏറ്റുമാനൂർ. നേരത്തെ ആരായിരുന്നു? നമ്മുടെ ദേവസ്വം വകുപ്പും അതേപോലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ മന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? ശ്രീ കെ രാധാകൃഷ്ണൻ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? 18-ാം തീയതി, അതായത് നമ്മുടെ ജൂൺ 18-ന് അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. 2 പേരാണ് മെയിനായിട്ട് രാജിവെച്ചത്. ഒന്ന് നമ്മുടെ ഷാഫി പറമ്പിൽ, പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ 12 ജൂണിന് അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീ കെ രാധാകൃഷ്ണൻ എവിടെ നിന്നാണ്? രാധാകൃഷ്ണനും അതേപോലെ 18/6 ഇവർ 2 പേരും എന്തിൻ്റെ ഇലക്ഷൻ വേണ്ടിയിട്ട് രാജിവെക്കുന്നവരാണ്. അപ്പോൾ ഇവർ 2 പേരും ഈ ഇടയ്ക്ക് രാജിവെച്ചവരാണ്. അതുകൊണ്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ആരോഗ്യം, വനിതാ ശിശു വികസനം എവിടെയാണ്? ശ്രീമതി വീണ ജോർജാണ്. വീണ ജോർജ് ഏത് മണ്ഡലത്തിലാണ്? ആറന്മുള മണ്ഡലത്തിലേതാണ്. നെക്സ്റ്റ് ആണ് സജി ചെറിയാൻ എവിടെയാണ്? നമ്മുടെ ചെങ്ങന്നൂരാണ്. സജി ചെറിയാൻ ചെങ്ങന്നൂർ. യുവജനകാര്യം, ഫിഷറീസ്. കണ്ടോ? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അല്ലെങ്കിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഒത്തിരി ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ടി വിയിൽ വന്നിരുന്നു. അപ്പോൾ സജി ചെറിയാൻ എവിടെയാണ്? ചെങ്ങന്നൂരാണ്. അതേപോലെ ശിവൻകുട്ടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ശിവൻകുട്ടി എവിടെയാണ്? ശിവൻകുട്ടി നമ്മുടെ നേമത്ത് നിന്നാണ് ശിവൻകുട്ടി ഏതാണ്? പൊതുവിദ്യാഭ്യാസവും അതേപോലെ തന്നെ തൊഴിലും. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ആര്? ശിവൻകുട്ടി. ഓക്കെ. ഇനി നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ള 2-3 പേരുടെ പേരും കൂടിയുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ. ആരാണ് കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ? അത് ചിറ്റയം ഗോപകുമാറാണ് നമ്മുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ. അദ്ദേഹം ജയിച്ചു വന്നത് എവിടെ നിന്നാണ്? അടൂർ. അതേപോലെ സർക്കാരിൻ്റെ ചീഫ് വിപ്പാണ് ആര്? DRN ജയരാജ്. എവിടെ നിന്നാണ്? കാഞ്ഞിരപ്പള്ളി. അതേപോലെ നമ്മുടെ സ്പീക്കർ ആരാണിപ്പോൾ? AN ഷംസീറാണ് നിലവിലെ സ്പീക്കർ. അദ്ദേഹം ജയിച്ചു വന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ. 21 അംഗ മന്ത്രിസഭയാണുള്ളത്. അതും ശരിയാണ്. പിന്നെ എന്താണ് പറയുന്നത്? സ്പീക്കർ AN ഷംസീർ. തിരഞ്ഞെടുപ്പ് മണ്ഡലം ഏതാണ്? തലശ്ശേരിയാണ്. അതും ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോ ആൻസർ പറഞ്ഞത് ഓപ്ഷൻ എ. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. പഠിച്ചു വെച്ചോ. ശരിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത് ധർമ്മടം മണ്ഡലത്തെയാണ്. അതും ശരിയാണ്. കോവളം മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് M വിൻസെൻറ്റിനെയാണ്. ഇതും ശരിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം
ഇവരുടെയും സ്ഥലങ്ങളൊന്നും പഠിച്ചു വെക്കാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ മന്ത്രിമാരുടെയെങ്കിലും നിങ്ങളൊന്ന് ഓടിച്ചിട്ടെങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് ഇവിടെ ആൻസർ. എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. കേരളത്തിലെ 14ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടമാണ് 2022-27 എന്ന് പറയുന്നത്. 14ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. ഇവിടെ അല്ലാത്തതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കുടുംബശ്രീയാണ്. സോ ഓപ്ഷൻ ഡി ആണ്, കുടുംബശ്രീയാണ്. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം എല്ലാം എന്താണ്? കേരള സാമൂഹ്യ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. ഈ സാമ്പത്തിക കമ്മീഷനും ധനകാര്യ കമ്മീഷനും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ 243I 243Y പ്രകാരമാണ് കേരള ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ടത്. അതിൻ്റെ നിയമിക്കുന്നത് ആരാണ്? ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അത് ആറാമത്തേത് SM വിജയാനന്ദൻ. പഠിച്ചു വെച്ചു, SM വിജയാനന്ദനാണ്. ആദ്യത്തെ ചോദിച്ചാൽ ആരാണ്? അത് PM എബ്രഹാം ആണ് ആദ്യത്തേത്. ഒന്നാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ. ഇപ്പോൾ എത്രാമത്തേതാണ്? 6ാമത്തേതാണ്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. നമ്മൾ നേരത്തെ 4 വർഷമെന്ന് തെറ്റായ പ്രസ്താവന കണ്ടു. കേരള ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളുമാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധന 22 ഇത് നിങ്ങൾ പഠിക്കേണ്ടത് 22 രൂപ വർദ്ധിച്ച് 333 പക്ഷേ 2024 ഏപ്രിൽ ആയപ്പോഴേക്കും അത് 13 രൂപയും കൂടി വർദ്ധിച്ച് 346 രൂപയാണ്. ഇപ്പോഴത്തെ നിലവിലെ റേറ്റ് എന്ന് പറയുന്നത് 346 അത് പഠിച്ചു വയ്ക്കുക. 13 രൂപയാണ് കൂടിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടിക 1 പട്ടിക 2 തമ്മിൽ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, എന്തൊക്കെ വരും? മന്ദഹാസം പദ്ധതി എന്ന് പറഞ്ഞാൽ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കുള്ളതാണ്. സമന്വയ പരിപാടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അഭയകിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ നിരാലംബരായ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കിഫ്ബിയുടെ പൂർണ്ണ രൂപം എന്താണ്? കിഫ്ബിയുടെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഇതാണ് കിഫ്ബിയുടെ പൂർണ്ണ രൂപം, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1979 സ്ഥാപിതമായത്, ശരിയാണ്. അതേപോലെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്, അതും ശരിയാണ്. ആസ്ഥാനം പൂജപ്പുരയാണ്, അതും ശരിയാണ്. ശ്രീമതി ജയഡാളി MV ആണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്, ഇതും ശരിയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2, 3, 4 എന്നിവ ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യമാണ്, ശരിയാണ്. മഴവില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ട സമഗ്ര പദ്ധതിയാണ് മഴവില്ല, ഇതും ശരിയാണ്. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ്, ശരിയാണ്. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നു, ശരിയാണോ? അല്ല, 1975 എന്ത് വരുന്നത്? 1975 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വരുന്നത്. നമുക്ക് വേണ്ടത് തെറ്റായ ജോഡിയാണ്. 4 തെറ്റ്. 4 തെറ്റെന്ന് കണ്ട് നേരെ പോയി D മാർക്ക് ചെയ്യരുത്. ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആയിട്ടാണ് അവർ 4 തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ വനിതാ കമ്മീഷനാണ്. 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യത്തെ കമ്മീഷൻ രൂപീകരിക്കുന്നത്, ശരിയാണ്. ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു, ശരിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവിയാണ്, പഠിച്ചു വെച്ചോ. ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് P സതീദേവി. ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്, അതും ശരിയായ പ്രസ്താവനയാണ്. സോ ഇവിടെ എന്ത് വരും? 1, 2, 3 എല്ലാം ഇവിടെ എന്താണ്? 1, 2, 3, 4 എല്ലാം ഇവിടെ ശരിയായതാണ്. സോ ആൻസർ ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്?
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വന്നത് 2007 ഏത് മാസം 2007 മെയ് 4-നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രിയായിരിക്കും. ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. ശരിയാണോ? തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? ആരായിരുന്നു? VS ആയിരുന്നു ആ സമയത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എപ്പോഴും സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. ഇതും ശരിയാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ സി 3 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന LDC ഇനിയും ഒരു 3 സ്റ്റേജും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്